ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കാണാൻ പറ്റും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പാണിത്. ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലൂട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ടൈമിൽ ചെയ്തവർക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 150 രൂപ കുറേ ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് പ്രൂഫ് മാത്രമാണ് ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുള്ളത്. ഏകദേശം 2500 കൂടുതൽ ആൾക്കാർ അത് കാണുകയും ചെയ്തിട്ട് കിട്ടുകയൊക്കെ ചെയ്തൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ലൈഫ് ടൈം വർക്കിംഗ് ആയിട്ടുള്ള 150 രൂപയിൽ നിങ്ങൾക്ക് ഏകദേശം 3 വട്ടമെങ്കിലും മിനിമം കിട്ടുന്ന ഒരു അടിപൊളി ലൂട്ടായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇനി അഥവാ 450 കിട്ടിയില്ലെങ്കിൽ ഏറ്റവും കുറവ് 150 എങ്കിലും നിങ്ങൾക്ക് 100% ഷുവറായിട്ടും കിട്ടുന്ന ഒരു അടിപൊളി ലൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് വെച്ചിട്ടുണ്ട്. ലൂട്ട് ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വെബ്സൈറ്റിലോട്ടായിരിക്കും നിങ്ങൾ പോവുക. ഇതിൽ ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ക്ലോസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്ത് കളയുക. ശേഷം ഇവിടെ എൻ്റർ യുവർ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഹൈദരാബാദ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ഹൈദരാബാദ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. നിങ്ങൾ HYDE അടിക്കുമ്പോഴത്തേക്കിനെ കുറേ ഹൈദർ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതൊന്നും സെലക്ട് ചെയ്യരുത്. ഹൈദരാബാദിൽ നിന്ന് കറക്റ്റായിട്ട് തന്നെ അടിക്കുക. എന്നിട്ട് ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് സെലക്ട്. ഇതിൽ താഴോട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. താഴോട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ രണ്ടാമത് കാണുന്നതിൽ ഓണർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എത്ര കൊല്ലമായിട്ട് നിങ്ങളിവിടെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റാൻഡായിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഒരു വർഷമോ 2 വർഷമോ 3 വർഷമോ 3 കൂടുതൽ വർഷമോ എന്തെങ്കിലും റാൻഡായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ടു റൈറ്റ് റിവ്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 1 2 3 4 5 നമ്മൾ 5 റിവ്യൂ കൊടുക്കാനുണ്ട്. 5 സ്റ്റാർ റിവ്യൂ കൊടുക്കാനുണ്ട്. ഓക്കെ, പക്ഷേങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം 5 സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പേയ്മെൻറ്റ് കിട്ടില്ല. അതുപോലെ തന്നെ എല്ലാം 1 സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പേയ്മെൻറ്റ് കിട്ടില്ല. നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അത് വായിച്ച് നോക്കുമ്പോൾ അത് ഹ്യൂമൻ ചെയ്തതാണെന്ന് തോന്നണം. അതായത് റിയൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ്, ബോട്ടൊന്നും ചെയ്തതല്ല. കറക്റ്റായിട്ട് ഒരാൾ അവിടെ പോയി താമസിച്ചിട്ട് റിവ്യൂ ചെയ്തതാണെന്ന് തോന്നണം. ഓക്കെ, അപ്പോൾ നമ്മൾ റിയൽ ആയിട്ട് എന്ത് ചെയ്യുക, ഫേക്ക് റിവ്യൂ കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 4 5 റിവ്യൂ 4 5 സ്റ്റാർ, അതായത് 5 സ്റ്റാർ അല്ലെ 4 സ്റ്റാർ റേറ്റിംഗ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക. ആദ്യത്തെ ചിലപ്പോൾ 5 കൊടുക്കുക, രണ്ടാമത്തെ 4 കൊടുക്കുക, പിന്നെ 5 കൊടുക്കുക, പിന്നെ 4 കൊടുക്കുക. അങ്ങനെ പാറ്റേൺ രീതിയിലൊന്നും ചെയ്യരുത്. റാൻഡായിട്ട് കുറച്ചെണ്ണത്തിൽ 5 സ്റ്റാറും കുറച്ചെണ്ണത്തിൽ 4 സ്റ്റാർ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടില്ല. കാരണം എല്ലാവരും ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആർക്കും പേയ്മെൻറ്റ് കിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ യുണീക്കായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒന്നുകിൽ 4 സ്റ്റാർ കൊടുക്കുക അല്ലെങ്കിൽ 5 സ്റ്റാർ കൊടുക്കുക. അത് മിക്സഡ് ആയിട്ട് നിങ്ങൾ ഇതിന് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. 5 സ്റ്റാറും 4 സ്റ്റാറും മിക്സഡ് ആയിട്ട് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മളോട് വാട്ട് ഡു യു ലൈക്ക് അബൌട്ട് ദിസ് സൊസൈറ്റി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ സ്ഥലത്തെ പറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇവിടെ ഒരു ബോക്സ് കാണാൻ പറ്റും. ഏകദേശം ഒരു 100 വേർഡ്സിൽ നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പോയിൻറ്റ്സ് കാണാൻ സാധിക്കും. ഏകദേശം ഒരു 10-15 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു 3 പോയിൻറ്റ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്ത് തന്നെ സെലക്ട് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടില്ല. കാരണം എല്ലാവരും യൂണീക്കായിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 3 സെലക്ട് ചെയ്തോടോ. അപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അത് തന്നെ കൊടുക്കുക, നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാതിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു 3 ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഞാൻ ഏതൊക്കെയാണ് സെലക്ട് ചെയ്തത് നിങ്ങൾ മസ്റ്റായിട്ട് ഓർമ്മ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ 3 കാര്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിനെപ്പറ്റി മുകളിൽ ഒന്ന് എഴുതേണ്ടതുണ്ട്. ഓക്കെ, എക്സാമ്പിളായിട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഗുഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഒന്നാമത് തെറ്റ് സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ നല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് കിട്ടുന്നുണ്ട്, ആ സർവീസ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മുകളിൽ കൊടുക്കണം. അതായത് ഇവരെ പോസിറ്റീവായിട്ടാണ് കൊടുക്കേണ്ടത്. ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് എന്നാണ് ഞാൻ സെലക്ട് ചെയ്യുമെങ്കിൽ ഇവിടെ നന്നായിട്ട് പാർക്കിംഗ് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു 150 വേർഡ്സിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ സെലക്ട് ചെയ്ത പോയിൻറ്റ്സിനെ പറ്റി ഇവിടെ എഴുതുക. നിങ്ങളുടെ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി, കറക്റ്റ് ഇംഗ്ലീഷ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ സെലക്ട് ചെയ്ത പോയിൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 150 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും നോക്കില്ല, കാരണം ഒരു ഹ്യൂമൻ ചെയ്താന്ന് തോന്നിയാൽ മതി. എന്നിട്ട് ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസ്ലൈക്ക്, അതായത് നമുക്ക് ഈ സ്ഥലത്തെ പറ്റി ഇഷ്ടപ്പെടാത്ത ഒരു 3 സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഏതെങ്കിലും ഒരു 3 സെലക്ട് ചെയ്യുക. ഇവിടെ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ കൊടുത്ത കാര്യം, മുകളിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കൊടുത്ത കാര്യം ഒരിക്കലും ഇവിടെ സെലക്ട് ചെയ്യാൻ പാടില്ല. കാരണം അതൊരു ലോജിക്കില്ലാത്ത കാര്യമല്ലേ. അതായത് ഞാൻ മുകളിൽ കൊടുത്തു ഗുഡ് പബ്ലിക് ട്രാൻസ്പോർട്ട്, നല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് താഴെ അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോജിക്കില്ലാത്തതല്ലേ.
അതുകൊണ്ട് തന്നെ നിങ്ങൾ മുകളിൽ കൊടുക്കാത്ത ഏതെങ്കിലും ഒരു 3 ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിനെപ്പറ്റി ഇവിടെ എഴുതുക. ഇവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ലയെന്നാണ് നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ ഇവിടെ എഴുതുക. ഞാൻ ഇവിടെ വന്നപ്പോൾ ബുദ്ധിമുട്ടായ ചെറിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ എഴുതുക. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത 3 പോയിൻറ്റ്സിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്തൊരു 150 വേർഡ്സിൽ അവിടെ എഴുതുക. മിനിമം 100 വേർഡ്സാണ്. 150 വേർഡ്സിൽ ഇംഗ്ലീഷിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. നിങ്ങൾ ഗൂഗിളിൽ നിന്നും എടുത്ത് എഴുതാൻ നിൽക്കരുത്, അതൊന്നും പേയ്മെൻറ്റ് കിട്ടില്ല. ഞാൻ എൻ്റെ പൊട്ട ഇംഗ്ലീഷ് എഴുതിയിട്ട് കണ്ടില്ലേ, ഇത് എഴുതിയാലും പേയ്മെൻറ്റ് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എഴുതുക. എന്നിട്ട് ഇവിടെ താഴോട്ട് വന്നതിൽ കാണാൻ സാധിക്കും ഐ വിൽ അപ്ലോഡ് ഫോട്ടോ ലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ഒരു 150 രൂപ കൂടി എക്സ്ട്രാ കിട്ടും. എന്നാൽ അതും കൂടി കിട്ടട്ടെ എന്ന് വിചാരിക്കേണ്ട, കാരണം നമ്മൾ ചെന്നൈയിലുള്ളതല്ല, നമ്മൾ ഹൈദരാബാദിലുള്ളതല്ല. അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഐ വിൽ അപ്ലോഡ് ഫോട്ടോ ലേറ്റർ കൊടുക്കുക. അതിനുശേഷം പോസ്റ്റ് റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150 രൂപയും കൂടി എക്സ്ട്രാ വേണം എന്നുള്ളതിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. ഐ വിൽ അപ്ലോഡ് ലേറ്റർ കൊടുക്കാം, അല്ലെങ്കിൽ യെസ് ഐ മിസ് ഔട്ട് 150 കൊടുക്കാം. അതായത് നമ്മൾ ഈ എക്സ്ട്രാ കിട്ടുന്ന 150 ആണ് മിസ് ചെയ്യുന്നത്, അല്ലാതെ മറ്റേതല്ല. ഓക്കെ, മറ്റേത് നമുക്ക് എന്തായാലും കിട്ടും. ഒന്നാമത്തെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നിങ്ങൾ പേര് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് കൊടുക്കുക, ആരെങ്കിലും പേര് കൊടുക്കുക, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ഐ ഡിയും കൊടുക്കുക, അതുപോലെ തന്നെ UPI ID മസ്റ്റായിട്ട് നിങ്ങളുടെ തന്നെ കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലോട്ടാണോ 150 രൂപ വേണ്ടത് ആ ബാങ്കിൻ്റെ UPI ID കൊടുക്കുക. ഓക്കെ, ഗൂഗിൾ പേയിലും ഫോൺ പേയിലൊക്കെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ UPI ID കിട്ടും. ആ ഒരു UPI ID കൊടുത്തിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 150 രൂപ നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ കണ്ടപാട് പോയിട്ട് ചെയ്യും, എന്നിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കും. കാരണം എന്താ, ഇപ്പോൾ പേയ്മെൻറ്റ് കിട്ടില്ല. ഓക്കെ, അതാണ് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾ ഈ ഒരു റിവ്യൂ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമ്പനി പറയുന്നത് 7 ദിവസമാണ്. 7 ദിവസത്തിനുള്ളിൽ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഒരു 7 ദിവസത്തിൻ്റെയും 30 ദിവസത്തിൻ്റെ ഇടയിലുള്ള ഒരു ദിവസത്തിലായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുക. അതായത് ഇന്ന് നിങ്ങൾ ചെയ്ത ഡേറ്റ് ഇന്നൊന്ന് കലണ്ടറിൽ കുറിച്ചിട്ടേക്കുക. അടുത്ത മാസം ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങളുടെ UPI ID വന്നിട്ടുണ്ടാവും. അതായത് നിങ്ങളിപ്പോൾ റിവ്യൂ സബ്മിറ്റ് ചെയ്തില്ലേ, ഇനി ഇതവർ ചെക്ക് ചെയ്തതിന് ശേഷം അതായത് അവർക്കൊരു ഹ്യൂമൻ റിവ്യൂ ആയിട്ട് തോന്നി, അതായത് ഒരു ജെന്യൂൻ റിവ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതവർ ചെക്ക് ചെയ്തതിന് ശേഷം ആയിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരിക. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് കിട്ടിയൊരു ലൂട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 രൂപ പോലും മുടക്കില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ മിസ്സാക്കേണ്ട. എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിൽ 150 രൂപ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഒരു തവണ 150 രൂപ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു തവണ നിങ്ങൾ ചെയ്തിട്ട് 150 രൂപ നിങ്ങളുടെ ബാങ്കിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ഒരാൾക്ക് 3 തവണ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ടോട്ടൽ ഏകദേശം 450 രൂപയോളം നിങ്ങൾക്ക് വെറുതെ കിട്ടുകയാണ്. അതുകൊണ്ട് ആരും തന്നെ മിസ്സാക്കേണ്ട. എല്ലാ ആൾക്കാരും ഇപ്പോൾ തന്നെ പോയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ലൈഫ് ടൈം വർക്കിങ്ങും കൂടിയാണ്, നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഇതുവരെ ഉണ്ട്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാൻ മറക്കരുത്. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.